ഹായ്, എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. പഴയുടെ മോഹൻ നമ്പൂതിരിയാണ്. ഹായ്. നമുക്കെല്ലാവർക്കും പൊതുവെ മലയാളികൾക്ക് പല ഇടങ്ങളിലായി പല വേദികളിലായിട്ട് ഒരുപാട് സദ്യകൾ നമുക്ക് നമ്മുടെ മനസ്സ് നിറയുന്ന സദ്യകൾ വെച്ച് വളർത്തി നമ്മളെ സന്തോഷിപ്പിക്കുന്ന മോഹൻ നമ്പൂതിരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് രമ്യ, എന്റെ പേര് രാജു. ഞങ്ങള് ജസ്റ്റ് ബിഗിനേഴ്സ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പം നമ്മുടെ ആദ്യത്തെ സംരംഭമാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഒരു സംഭാഷണം എന്ന് കരുതിയാൽ മതി. ഇത് മാത്രമല്ല, മോഹനചേട്ടൻ ആക്ച്വലി എന്റെ കസിന്റെ വൈഫിന്റെ ഫാദറുമാണ്. അപ്പം നമ്മള് ചെറിയ ക്ലോസ് റിലേറ്റീവ് ആണ് ആക്ച്വലി. അപ്പൊ ഇനി രമ്യ എന്താ ചോദിക്കാനുള്ളത്? ഇപ്പൊ ഇവിടെ ഫീനിക്സ് അരിസോണയിലെ വിഷുവിന്റെ സെലിബ്രേഷന് പാചകം ചെയ്തത് പഴയുടെ മോഹൻ നമ്പൂതിരിയാണ്. അപ്പൊ നാളെയാണ് പരിപാടി. അതിന് മുന്നോടിയായിട്ട് നമ്മള് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ പാചക രംഗത്തേക്ക് വന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പാചക രംഗത്ത് അറിയാതെ ഒന്ന് എങ്ങനെ എസ്റ്റാബ്ലിഷ് ആയ ഒരു ഭാഗമാണ് ഞാൻ. അതിലെ ശരിക്കും അതാണ്. ശരിക്കും നമ്മുടെ കുറിച്ചിത്താനത്ത് അറിയാം. ഞാൻ താമസിക്കുന്ന കുറിച്ചിത്താനത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ഇപ്പോഴും അഖില ഭാരത ഭാഗവത സത്രം എന്ന് പറയും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന ഒരു യജ്ഞമുണ്ട്. അഖില ഭാരത ഭാഗവത സത്രം വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. അപ്പൊ 1984 കുറിച്ചിത്താനത്തെ ഞങ്ങളുടെ ഊരാൺമേലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ആരംഭം. 1984 2009 എന്റെ 25ാമത് വാർഷികവും 25ാമത്തെ ഭാഗവത സത്രവും കുറിച്ചിത്താനത്ത് വെച്ച് തന്നെ നടത്താൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സത്യം. അപ്പൊ ആ അമ്പലത്തിലെ നാമജപത്തിന്, ആ മാസത്തിലൊരിക്കൽ നടക്കുന്ന നാമജപത്തിന് ആൾക്കാർ വരാറുണ്ട്. ഒരു 10-30 പേരൊക്കെ നാമം ജപിക്കാൻ കാണും. ഊണ് കഴിക്കാൻ ഒരു 10-75 പേര് കാണും. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ പാചക ജീവിതം. പിന്നെ ഇപ്പം 87 മുതൽ ആണ് ഞാൻ ഈ അതിലേക്ക് വരാം. അവിടുത്തെ ഒരു മേശാന്തി എൻ്റെ അച്ഛമ്മകളുടെ മകനായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വരാൻ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി എന്നുള്ളൂ. ഇതിന്റെ ഒരു പാചകത്തിന്റെ ഒരു ആദ്യ പാഠങ്ങൾ, ഒരു ബാലപാഠങ്ങൾ എന്ന് പറയും. പരിപ്പേതാ മുളകേതാന്നുള്ള അറിയാൻ മേലാത്തൊരു കാലഘട്ടത്തിലാണ് പാചകത്തിന് വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്റെ ബാലപാഠങ്ങളെല്ലാം ശരിക്കും പറയുന്നത്. പിന്നീട് കേരളത്തിൽ അറിയപ്പെടുന്ന പല പാചകക്കാർ, മനോഹരൻ നീലകണ്ഠൻ നമ്പൂതിരി, അന്ന് അദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പാചകക്കാരനാണ്. അന്നല്ല, ഇന്നും അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന് നല്ലോണം പ്രായമായ കാരണം പോകാറില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾക്കൊക്കെ 10-20 വർഷമായിട്ട് തുടർച്ചയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ കൂടുതൽ സഹായത്തിന് പോയിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു പാചകരംഗത്ത് കുറച്ചും കൂടി തെളിഞ്ഞു വരാൻ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കുവാനും ഒരു വലിയ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരെ ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ 2000 ആണ്ടില് സംസ്ഥാന വിദ്യാലയ കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ അങ്ങനെയാണ് സ്കൂൾ കലോത്സവ വേദിയിലേക്ക് വന്നത്. പിന്നീട് സംസ്ഥാന കലോത്സവങ്ങൾക്ക് 2006 മുതൽ പാചകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതുവരെ 2024 ജനുവരി വരെ തുടർച്ചയായിട്ട് 18 വർഷമായിട്ട് സ്കൂൾ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയെന്നുള്ളൂ. എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങുന്നുള്ളൂ. ഈ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്ത അങ്ങനെയാണോ ഒരു പ്രസിദ്ധി നേടിയെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് പ്രസിദ്ധി നേടിയ അങ്ങനെ. ഞാനിങ്ങനെ ഈ ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ പാചകങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് മള്ളിയൂർ അദ്ദേഹം നിങ്ങൾ അറിയുന്നുണ്ടാവും. പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വന്ന് സപ്താഹത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദിനചര്യയാണ്, ഭക്ഷണക്രമത്തിൽ അദ്ദേഹത്തിന് പാലിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന 1987 കാലഘട്ടം മുതൽ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ എന്നെ പല സ്ഥലത്തും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. വെറുതെ ഇരിക്കാനുള്ള പാടാണ്. ഈ സപ്താഹത്തിന് അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണ്. കാരണം എരിവ് പാടില്ല, മുളക് ചെയ്യാൻ പാടില്ല, അധികം പുളി മേല, അങ്ങനെ ഒരു പ്രത്യേകമായൊരു ഭക്ഷണ രീതിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറുണ്ട്. അങ്ങനെ യാദൃശ്യമായിട്ട് തിരുവനന്തപുരത്ത് വെച്ചൊരു സപ്താഹ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടി പോയപ്പോൾ അന്ന് അവിടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ശീതനത്തമ്പരക്കൊക്കെ ഈ സപ്താഹം കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രുക്മിണി സ്വയംവരത്തിന്റെ അന്നാണ് അവർ വന്നിരുന്നത്. അപ്പൊ ആ സപ്താഹത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഈ സപ്താഹത്തിന് പാചകത്തിന് ഏറ്റിരുന്ന പാചകക്കാരൻ വന്നില്ല. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇവർക്ക് എന്തായാലും ഒരു 10-8 പേർക്കാണ് പാചകം ചെയ്യുന്നത്. അപ്പൊ ഒരു 150 പേരൊക്കെ ഉള്ളൂ ഇത് കേൾക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ അവർക്കും കൂടിയുള്ള ഭക്ഷണം തയ്യാറാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ, ഞാൻ റെഡിയാണെന്ന് പറയും. വരുന്ന എല്ലാ ആൾക്കാർക്കും അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു.
അപ്പോൾ വിൽപ്പണി സമരത്തിൽ നിന്ന് അശ്വതി തിരുനാളൊക്കെ വന്നു കഴിഞ്ഞപ്പം അവരോട് മുള്ളൂർ അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് ഊണ് കഴിക്കാൻ തന്നെ. പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് അവരൊക്കെ ബ്രാഹ്മണർ പാചകം ചെയ്താൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് ഞങ്ങൾ അവിടെയാണ്, നമ്മൾ പേടിക്കണ്ട, ഇവിടെ ബ്രാഹ്മണൻ തന്നെയാണ് കഴിക്കുന്നത്, എൻ്റെ കൂട്ടത്തിൽ വന്ന ആളാണ്, കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ അവർക്കതിലൊരു കോട്ടയത്തിൻ്റെതായി ഞങ്ങളുടെ ഒരു മധ്യ തിരുവിതാംകൂർ സ്റ്റൈലാണല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റൈൽ അവർക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെയായിരുന്നു ഈ ഒരു പടിയേറ്റം ചടങ്ങ് നടന്നത് നിങ്ങളുടെ കേരളത്തിൽ. എൻ്റെ ഓർമ്മയിലും എൻ്റെ കേൾവിയിൽ ആദ്യമായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് മറ്റേ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുത്തിട്ട് അതിനെ വിവാഹം ചെയ്ത് കൊടുത്തയക്കുക. അതിനെ പടിയേറ്റം ചടങ്ങ് നടന്നു. അപ്പോൾ ലേഖ തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരാളാണ് ദത്തെടുത്തിരുന്ന അന്ന്. ദത്തെടുത്ത് 2000, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 എനിക്ക് 2099 ആ വർഷങ്ങൾ അതിനടുത്താണ്. അപ്പോൾ ആ പടിയേറ്റം ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം വിവാഹമാണ്, അടുത്ത ദിവസം. അപ്പോൾ അതിന് വിവാഹത്തിൻ്റെ പാചകം ഞാനായിരുന്നില്ല കേട്ടോ, അത് അവിടെ വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു. റോയൽ ഫാമിലിക്ക് മാത്രം വളരെ കുറച്ച് ആൾക്കാർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാനത് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കോട്ടയത്തു നിന്ന് ഒരാൾ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോയി ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു എന്നുള്ള വലിയൊരു വാർത്തയായിരുന്നു. അങ്ങനെ പത്രക്കാർക്ക് അന്ന് മീഡിയ ഒന്നും ഇങ്ങനെയൊന്നുമില്ല, സോഷ്യൽ മീഡിയയില്ല, ടി വിയില്ല, പക്ഷെ പേപ്പറുകാര് അത് മാതൃഭൂമി മനോരമയുള്ള പത്രക്കാരില്ല അതിനെക്കുറിച്ച് ചെറിയൊരു കട്ടിങ്ങായിട്ട് കൊണ്ട് എഴുതി വെച്ചിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ എക്സ്പോഷർ അതായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പെട്ടെന്നൊരു പാചകക്കാരനായി മാറാത്തത് കൊണ്ട് മാത്രമാണ് പാചകത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ബാലപാഠങ്ങൾ പഠിച്ചതിന് ശേഷം പാചകം തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ കൂട്ടത്തിൽ പോയി അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള കൂട്ടത്തിൽ നിന്ന് ചെയ്യാനുള്ള അവസരം കിട്ടി. പാണ്ഡം ശങ്കർ നമ്പൂര്, മലവൻ നീലകണ്ഠ നമ്പൂര്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച പാചകക്കാരിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവരുടെയൊക്കെ പലർക്കും എല്ലാവർക്കും എല്ലാ ഐറ്റംസും നല്ലതായി കൊള്ളുന്നില്ല, ചില സാധനങ്ങളൊക്കെ വളരെ പോപ്പുലറാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ കൂട്ടത്തിൽ പോയപ്പോൾ അവരുടേതായ നല്ല ഐറ്റംസ് എന്താണോ അത് നമ്മൾ സംശീകരിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് പാചകം കൊണ്ടുവന്നു. അപ്പം അത് മറ്റുള്ള പല ആൾക്കാരും കൂടുതൽ പോകാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമിന് അല്ലെങ്കിൽ ആ ഒരു പാചക രീതിക്ക് ഒരു പ്രത്യേക എന്താ പറയുക അനുഭവം തന്നെയായിരുന്നു. പണക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ആളുടെ അനുഭൂതിയുമാണല്ലോ പാചകക്കാരനെ നിലനിർത്തുന്നത്. അതിപ്പോ അത് മോശമാണെന്ന് പറയുമ്പോൾ നമ്മളൊന്നല്ല, ഒരുപാട് എന്തൊക്കെ വർത്താനം പറഞ്ഞാലും കഴിക്കുന്ന ആളുടെ റിസൾട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റന്റ് റിസൾട്ടാണ്. ഒരു പാചകക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. അത്രയും ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും നല്ലതായിട്ടുണ്ടല്ലോ, ഇത്രയും വർഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് അതിന് വേറൊരു കാരണം വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ചാൻസ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി പാചകക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും എന്നെ പോലെ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരു 99% എനിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്നു. അത് കാരണം എനിക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും വേണ്ട 22ഓളം രാജ്യങ്ങൾ ഓൾറെഡി നമ്മൾ പോയി കഴിഞ്ഞു. പാചകവുമായിട്ട് മാത്രം ഒരു ചട്ടവുമായിട്ടുള്ള യാത്രയാണ്. അതൊരു വലിയ അനുഭവമാണ്. പാചകത്തിൽ അത്രയൊക്കെ ഈ ഒരു ലെവലിലൊക്കെ എത്താന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം ഈശ്വരാധീനം. മള്ളിയൂരിന്റെ അവിടെ സദ്യ ഉണ്ടായി കൊടുക്കുന്ന പറഞ്ഞില്ലേ, അപ്പൊ അവിടെ പറഞ്ഞു ഈ ഒരു മധ്യ കേരള സ്റ്റൈലാണ്. മധ്യ കേരള സ്റ്റൈൽ കാരണം തിരുവിതാംകൂർ ഭക്ഷണം മാത്രം കഴിച്ച് ശീലിച്ച ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മധ്യ തിരുവിതാംകൂർ സ്റ്റൈൽ. കാരണം അത് പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ അവർ കൊട്ടാരത്തിൽ മാത്രം അവിടെ പാചകം ചെയ്ത് അവിടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അത് അവിടെ സ്ഥിരമായിട്ടുള്ള പാചകക്കാർ നമ്പൂതിരിമാർ തന്നെയാണ് ഉണ്ടായ ഒരു പതിവുണ്ട്. അപ്പോൾ അവർക്ക് മറ്റൊരു ടേസ്റ്റിനെ കുറിച്ച് അവർക്ക് പുറത്തു പോകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പതിവില്ല, അങ്ങനെ പോകാറുമില്ല. അപ്പോൾ ഡിഫറെന്റ് ആയിട്ട് ടേസ്റ്റ് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയി അതുകൊണ്ട് പിടിച്ചുന്നുണ്ടോ. അപ്പൊ ഇപ്പോ ഈ ജേർണിയില് ഇങ്ങനെ ഇപ്പോഴൊക്കെ ഇപ്പം നമ്മൾ പലയിടത്ത് സദ്യ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും പഴയടം സ്റ്റൈൽ, അതായത് മധ്യ കേരളം അല്ലെ പഴയടം സ്റ്റൈൽ തന്നെയാണോ, അതോ ചിലയിടത്ത് ഇപ്പം ഒരു തിരുവിതാംകൂർ സ്റ്റൈൽ സദ്യ അല്ലെങ്കിൽ ഒരു വടക്കൻ മലബാർ സ്റ്റൈൽ സദ്യ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാറുണ്ടോ? അത് നമ്മള് പാചകം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഏത് സദ്യയാണ്. അപ്പൊ തിരുവനന്തപുരംകാരെ സദ്യ ഏൽപ്പിക്കുമ്പോൾ ചോദിക്കാറുണ്ട് തിരുവനന്തപുരത്ത് സദ്യ മതി. അപ്പൊ അവർ ഞങ്ങൾക്ക് തിരുവനന്തപുരം സദ്യ മതി. വടക്കൻ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂര് ഒക്കെ അവിടെ എത്തുമ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് അവിടുത്തെ സദ്യ മതി. അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ആ സദ്യ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സദ്യ, കാരണം കോട്ടയത്തെ സദ്യ, കാരണം ഇവിടുത്തെ സദ്യ ഒന്നും കഴിക്കാനാണെങ്കിൽ ഇവിടെ ആൾക്കാരുടെ ധാരാളം. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ കോഴിക്കോട് ഒരു സദ്യ വയ്ക്കും. അപ്പൊ കോഴിക്കോടുകാർക്ക് കുറുക്കുകളും കമ്പൽസറി ആണ്. നല്ല പുളിശ്ശേരി രസകാളിനേക്കാൾ കൂടുതലും കുറുക്കുകളുണ്ട്.
പിന്നെ അവിടെ മോസ്റ്റ്ലി പാലടയും പരിപ്പുമാണ്. ഈ 3 പായസം അവിടെ കൂടുതലായിട്ടുള്ളൂ. മറ്റു പായസങ്ങൾ അധികം ഈ വടക്കൻ കേരളത്തിൽ പതിവ്. അപ്പൊ വടക്കൻ കേരളത്തിൽ ഇപ്പൊ ഈ പരിപ്പ് പുറത്തുനിന്ന് പരിപ്പ് നല്ലോണം വറുത്തിട്ട് പരിപ്പോടെ ഉടയാൻ പാടില്ല, കടിക്കണം. ആ സാധനം അത് തിരുവനന്തപുരത്ത് വയ്ക്കുമ്പോൾ നല്ലോണം ഉടയണം. അപ്പൊ അതെന്താ വെച്ചാൽ അങ്ങനെ 1-2 സാധനങ്ങളെങ്കിലും ആ നാട്ടിലെ പർട്ടിക്കുലറായിട്ട് കൊടുത്തോണ്ട് ബാക്കിയുള്ള നമ്മുടെ രീതിക്ക് ചെയ്യും. അവർക്ക് 2 ടേസ്റ്റും അറിയാൻ പറ്റുമല്ലേ. ഒരു കാര്യം എനിക്ക് വേറെ കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, താല്പര്യമുള്ള വിഷയമായതുകൊണ്ട്. അപ്പൊ കഴിക്കാനും പാചകം ചെയ്യാനും ഇഷ്ടമാണ്. അതെ, എനിക്ക് പാചകം ചെയ്യാനും ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ ഈ വ്യത്യസ്തമായ പായസങ്ങൾ ഉണ്ടാക്കുന്ന പല വീഡിയോസിലും ഇപ്പം കുമ്പളങ്ങ അങ്ങനെ ഈവൻ പാവയ്ക്ക് വെച്ച് തന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ അത് ഇപ്പൊ തൊട്ട് തുടങ്ങി അതൊക്കെ നന്നായി വരുമെന്ന് എപ്പോഴാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് കിടന്നതും? അത് ഒരു 100 ടൈറ്റിൽ പായസം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 100 ടൈറ്റിൽ ചെയ്യാൻ പറ്റും. എല്ലാം എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ അല്ല, എല്ലാം നമുക്ക് കൊടുക്കാനും പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഫോർ കുക്കറി ഷോയ്ക്കൊക്കെ കാണിക്കും, ആൾക്കാരെ പറ്റിക്കാം. കാരണം കുക്കറി ഷോയിൽ കാണിക്കുന്ന ഒരു സാധനം ആൾക്കാർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു 3 ഡയമെൻഷൻ സാധനമാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പാചകം ചെയ്യുന്ന സാധനം ഇത് കാണുന്ന ആൾക്കാർക്ക് കഴിക്കുക, അതിന്റെ സ്വാദ് അറിയാൻ പറ്റുമെങ്കിൽ കുക്കറി ഷോ എല്ലാ കുക്കറി ഷോയും പൊളിഞ്ഞു ആരും ചെയ്താലും. പക്ഷെ ഇതിപ്പോ ഒരാളെ കാണിച്ചിട്ട് നമ്മൾ തന്നെയാണ് നല്ലതാണെന്ന് പറയാം, പിന്നെ പ്രശ്നമില്ല. പക്ഷെ അത്തരം ഗിമ്മിക്കുകൾക്ക് പോകുന്നുണ്ടെങ്കിലും അത് പബ്ലിക്കായിട്ട് ചില സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നാണ് മുമ്പ് ഇപ്പൊ താങ്കൾ ചോദിച്ച പാവയ്ക്ക പായസത്തിന് ആയിരുന്നത്. അതിന് ഞാനത് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ എനിക്കത് അതിന്റെ ഒരു അനുഭവം വന്നത് കഴിഞ്ഞ നമ്മളെ ഏറ്റവും വിഭാഗമായിട്ടുള്ള കോഴിക്കോട് കലോത്സവത്തിന്റെ അന്ന് ഒരു ഫാമിലി എൻ്റെ അടുത്ത്, അവര് പയ്യന്നൂരിൽ നിന്നൊരു ഫാമിലിയാണ്. അപ്പൊ അവരവരുടെ കുടുംബത്തിൽ തന്നെ ജനറ്റിക് ആയിട്ട് തന്നെ അവർക്ക് ഡയബറ്റിക് പ്രോബ്ലംസ് ആണ്. അവർക്കപ്പോ ആ കുട്ടികൾ മധുരമേ കഴിച്ചിട്ടില്ല, വീട്ടിലാരും കഴിച്ചിട്ടില്ല, മധുരം കഴിച്ചിട്ടില്ല, ജനറ്റിക് പ്രശ്നമാണ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ പല 2 കുട്ടികളെ കൊണ്ടാണ് അമ്മ വന്നത്. പല കലോത്സവങ്ങളിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇവർക്ക് മധുരം ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് പായസങ്ങളുണ്ടെന്ന് കേട്ടു, ഇവർക്ക് പറ്റിയൊരു പായസം കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ആദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചാണ്. അപ്പൊ അന്ന് ഈ പാവയ്ക്ക എന്നുള്ള സാധനം ശരിക്കും ഡയബറ്റിക് പേഷ്യൻസിന് ഒരു മെഡിസിൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പായസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കയ്പ് മാറ്റിയിട്ട് ആ പാവയ്ക്ക കൊണ്ട് പായസം കൊടുക്കുകയായിരുന്നു. അപ്പൊ അത് പക്ഷെ അത് ചെറിയ ക്വാണ്ടിറ്റി, വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് 3 ലിറ്റർ 4 ലിറ്റർ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യം. അത് കൊടുത്തപ്പോൾ അവർ ആദ്യമായിട്ട് മധുരം അനുഭവിച്ചു. അതിൻ്റെ അകത്ത് മധുരത്തിന് നമ്മൾ ചേർത്തിരുന്ന ചെറുതേനാണ്. ചെറുതേനിൻ്റെ അകത്ത് മധുരമില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ ഇല്ല ഇതിൻ്റെ അകത്ത്, തേനിൻ്റെ അകത്ത് ഷുഗർ ഇല്ല. തേനായിരിക്കണമെന്ന് മാത്രം. ഈ തേൻ എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം പറ്റില്ല. ഞാനതുകൊണ്ട് ഈ ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാറുണ്ട്. ചെറുതന്നെ പൊട്ടിച്ചിട്ട് അവിടുന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് പോയാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവര് ആ മധുരം അവരും അനുഭവിച്ചു. അത് അങ്ങനെ ചില ഇൻസിഡൻസ് വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. അതൊരു വളരെ ടച്ചിങ് സ്റ്റോറി. അല്ല, അത് ആ ഫാമിലി കഷ്ടം തോന്നി. ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും ഒരു പായസം ഒരിക്കലും മധുരം ടേസ്റ്റ് ചെയ്തിട്ടില്ല. അത് മനോരമയുടെ വിജയലക്ഷ്മി എന്ന് പറയും, മനോരമ ചാനലിന് വന്നിട്ട് വിജയലക്ഷ്മി എന്ന് പറയുന്ന റിപ്പോർട്ടാണ് അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ലൈവായിട്ട് തന്നെ ഞാൻ അവരെ കൂടി നിർത്തിയിട്ട് ഞാൻ അവർക്കും കൊടുത്തു. അവിടെ നിന്നവർക്കല്ല, കാരണം നമുക്ക് 3 ലിറ്ററൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളത്. ഒത്തിരി ഒരു പാവയ്ക്കയുടെ പീസ് നമുക്ക് എടുത്താൽ അറിയാം, അതൊരു 1 മില്ലിഗ്രാം ആണ് അതിന്റെ തിക്നെസ്. അതിൽ ആ ഓരോ മില്ലിഗ്രാം തിക്നെസ് ഉള്ള ഓരോ പാവയ്ക്കയുടെ പീസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അത് വലിയ പ്രശ്നമാണ്. കയ്പ് മാറ്റുന്നതാണ് ഏറ്റവും നമ്മൾ ഉപ്പിട്ട് മാറ്റിട്ട് അതിന്റെ വെള്ളം പിഴിയാൻ പാടില്ല. പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാവയ്ക്ക ഉടഞ്ഞു പോകും. അപ്പൊ അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓരോ പീസ് നല്ല വർക്ക് 3 മണിക്കൂർ കൊണ്ടാണ് 3 ലിറ്റർ പായസം ഉണ്ടാക്കുന്നത്. മകൻ ഇത് എങ്ങനെയാണ് ഈ പാചക രംഗത്തേക്ക് വന്നത്? അത് ഈ ലെഗാസി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് എന്തായാലും ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാതിരിക്കുകയല്ലോ. പിന്നെ ഞാൻ പക്ഷേ ഈ പാചകം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ സ്ട്രെയിൻ എടുത്തിട്ട് ഈ പാചകം ചെയ്ത് അങ്ങനെ വന്നതാണ്. പക്ഷെ പിള്ളേരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെ അല്ലല്ലോ, അവർക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് അവൻ റെസ്റ്റോറൻറ്റ് ഫീൽഡ് തിരഞ്ഞെടുത്തു. പാചകം തന്നെയാണ്, പക്ഷെ അവൻ്റെ യൂട്യൂബ് ചാനൽ നല്ലോണം പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് ഒരു ട്രാവലൊക്കെ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവൻ ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനറിയാം. എനിക്ക് ഇഷ്ടമായിരുന്നു വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്, ഡെവലപ്പറുകളൊന്നും ഇല്ലാണ്ട് പോകുന്ന സംഭവമാണ്. നല്ല പ്രസന്റേഷനുമാണ്. അത് മിക്കവാറും കുറെയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ആ പരിസരങ്ങളിൽ, ഇല്ലത്തിന്റെ പരിസരങ്ങളിലൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ഓരോ ഇല്ലങ്ങളിലൊക്കെ പോയി ഇങ്ങനെ ഓരോ ഡിഷസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ അപ്പം ചേട്ടന് സന്തോഷമായിരിക്കും, അതായത് മകനും അറ്റ്ലീസ്റ്റ് അല്ല, ആ ഒരു ഏരിയ തിരഞ്ഞെടുത്തു ഫീൽഡ് തന്നെയാണല്ലോ. ഇതുവരെ ഇപ്പൊ ഞാൻ കടന്നു വന്ന കാലങ്ങളല്ലല്ലോ അവന്റെ മുൻപിലുള്ളത്. രണ്ടുപേർക്കും രണ്ട് ലോകമായിരുന്നല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ഒരു ഫീൽഡ് അതിന് എസ്റ്റാബ്ലിഷ് ആയി. അവനെ സംബന്ധിച്ചിട്ട് അവനൊന്നും നോക്കണ്ട, നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി. അപ്പൊ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കടന്നു എന്നുള്ളൂ. മറ്റേ ഈ റെസ്റ്റോറൻറ്റ് ലൈനിലേക്ക് പോയെന്നുള്ളൂ. മകൻ അപ്പം മാളു മാള് MSc ഫുഡ് സയൻസ് അല്ലേ. അപ്പൊ ഫുഡ് സയൻസ് ആകുമ്പോ അവള് കുറെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരുടെ റെസ്റ്റോറന്റില് ആദ്യമൊക്കെ ഞങ്ങൾ ഈ ഇരുത്തുന്ന കൊടുത്തിരുന്നു, ഈ ചമ്മന്തിപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെ. ഇപ്പൊ അവള് പറഞ്ഞു അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാം. അത് നമ്മുടെ വൈഫിനെ അവളെ പഠിപ്പിച്ച് അതിൽ ഞാൻ സാമ്പാറോട് മാത്രം ഞങ്ങൾ കൊടുത്താൽ ബാക്കി എല്ലാ സാധനവും അവള് തന്നെ ഉണ്ടാക്കി റെസ്റ്റോറന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും പാചകമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇതിന് ഇതായിട്ട് ഒരു പരിചയം ഇപ്പം ഇതിനും പതുക്കെ എന്റെ കസിനാണ്, മിഥുനെന്താ പറയാ, അവൻ മിഥുൻ ഈ സോളാർ സിസ്റ്റം ആയിരുന്നു മിഥുന്റെ ഫീൽഡിൽ, സോളാർ എനർജിയാണ്. പക്ഷെ ഇപ്പൊ ഈ മുല്ലപ്പൂ കൂടി ഏറ്റു കിടക്കും ഇതിൽ കടന്നു കിടന്നു മിഥുനും ഒരു ചെറിയ പാചകക്കാരനായി മാറി തുടങ്ങിയെന്ന് സംശയം. അല്ലാതെ കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് അത് നന്നായിട്ട് കൊണ്ടാണ്, കുറച്ച് അതിനെ കുറിച്ച് അറിവ് കൂടെ ഉണ്ട്, ഇല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പഴയടത്തിന്റെ ആ ഒരു ലഗാസിയിലേക്ക് ഇതിനും കൂടി വന്നു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഈ ലെഗസി കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കൊടുത്തിട്ടുണ്ട്, പിന്നെ നിലനിർത്തിയാൽ മതി. വെരി വെരി നൈസ്. മൂടിപ്പോയ വിവാദങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടിയല്ല, എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്. എനിക്കറിയാം ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വെജ്/നോൺ-വെജ് എന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായി. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും റിപ്പോർട്ടർ ചാനലിലെ റെസ്പെക്ടഡ് ജേർണലിസ്റ്റ് മിസ്റ്റർ അരുൺ പിന്നെ വന്ന് ചേട്ടനെ കണ്ടു, വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊരു ഇഷ്യൂ അല്ല, ഇപ്പൊ തീരെ ഒരു ഇഷ്യൂ അല്ല. എന്നാലും ആ ഒരു സമയത്ത് കുറച്ച് ചാനൽ ചർച്ചകളൊക്കെ ഞാനും ഫോളോ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായോ സംഭവിച്ചപ്പം? സ്വാഭാവികമായിട്ടും ഉണ്ടാകണല്ലോ. അല്ല പിന്നെ നമ്മളിത് അപ്പൊ എസ്പെഷ്യലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 10-17 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുകയും നമ്മൾ ഇതുവരെ ചെയ്തതൊന്നും ശരിയല്ല എന്നും വേറൊരെണ്ണമാണ് ശരിയെന്ന് മറ്റൊരാൾ, ഒരു ഔട്ട്സൈഡർ, നമ്മുടെ ആൾക്കാർ ആരുമല്ല, ഈവൻ ഗവൺമെന്റ് അല്ല, വേറെ ആരുമല്ല, ഒരു ഔട്ട്സൈഡർ ഇത് ശരിയാണോ വേറൊരെണ്ണമല്ലേ ശരിയെന്ന് സ്ഥാപിക്കുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്തിരിക്കാൻ എന്തായാലും പറ്റുമല്ലോ. അതുകൊണ്ട് നമ്മൾ അത്തരം നിലപാടുകളൊന്നും എടുത്തുന്നുള്ളൂ. അത് വേണ്ടതാണ്. കാരണം ഞാനും ശരിക്കും കാരണം എനിക്ക് ചേട്ടനെ മുമ്പും അറിയാം, നമ്മള് മുമ്പും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ ബന്ധുക്കളാണല്ലോ. അപ്പം ഞാൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് ഇപ്പോഴും അതെ അങ്ങനെ ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കുന്ന ആളല്ല. അപ്പൊ ഞാനും വിചാരിച്ചു ചാനൽ ചർച്ചയിലേക്ക് പോയിരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മനസ്സിൽ തട്ടി അതിനെ നമ്മുടെ സൈഡ് ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ളൊരു നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നുള്ളത് അത് ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമുക്ക് അതിന് ആരുടെ പരാതിയില്ല, പരിഭവമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു വലിയൊരു അനുഗ്രഹം എനിക്കൊന്നുണ്ടാകുന്നുണ്ട്. ഈ മീഡിയകളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും എല്ലാ മീഡിയകളിലും ഓൾമോസ്റ്റ് ഒരു 80-90% ആൾക്കാർ നമ്മൾ നല്ല ബന്ധത്തിലാണ്. അപ്പൊ അവരാരും ഒരിക്കലും തന്നെ ആ ഒരു രീതിക്ക് ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ അവർ സമ്മതിക്കരുത്. അപ്പൊ എന്തായാലും അവർ തന്നെയാണ് എന്നോട് പറയുന്നത്, നമുക്ക് ഇതൊന്ന് ഈ ഓപ്പൺ തിയേറ്ററിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നമുക്ക് പറയണം എന്ന രീതിക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയത്. അപ്പൊ ഒരു പരിധി കുറച്ചൊക്കെ അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് നിലനിർത്താനും പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് പക്ഷെ എനിക്കാരോടും പരാതിയില്ല, പരിഭവമില്ല. എന്തോ സംഭവിച്ചു, അത് കഴിഞ്ഞു. അതിൽ ജസ്റ്റ് എന്താണ് ഒരു ദുസ്വപ്നം പോലെ കഴിഞ്ഞു പോട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട ഒരു കാലത്ത് അതൊന്നുമില്ല. എന്തായാലും പാർട്ട് ഓഫ് ദ ഗെയിം. വരും പോകും. നമ്മളതിനെ കുറിച്ച് അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നമ്മൾ എടുക്കാറുള്ളൂ. ജനങ്ങളുടെ സപ്പോർട്ടും നല്ലോണം ഉണ്ടായിരുന്നല്ലോ. അതെ, ഞാൻ സപ്പോർട്ട് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം. ഞാൻ അതിലൊരു ന്യൂട്രൽ ആയിട്ടുള്ള നിലപാട് എടുത്തു എന്നുള്ളത്. ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാളെ പരാതി പറഞ്ഞല്ലോ, ഒരാളുടെ കുറ്റം പറഞ്ഞല്ലോ. പക്ഷെ നമുക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഒരാളെ പറയാൻ വേണ്ടി ശ്രമിച്ചത് മാത്രമേ ഉള്ളൂ.
ഒരു ഇനി വേറൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സദ്യകള് ഇപ്പം പറഞ്ഞ പോലെ എവിടെയാ തുടങ്ങിയതെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തിയിട്ട് ഇപ്പം അതായത് ഒരു സമയത്ത് ഇവൻ കലോത്സവത്തിൽ 1,00,000 പരം പേരുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മേ ബി ഒരു 1000 പേർക്ക് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞുള്ള സദ്യകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ആൾക്കാർക്ക് സദ്യ ഉണ്ടാക്കുന്നത് അതൊരു ഗ്രാജുവൽ ആയിട്ടാണോ അതോ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ച് ആദ്യം അങ്ങനെ ഒരു വലിയ പരിപാടി കിട്ടി അങ്ങനെയാണോ? അത് എങ്ങനെയായിരുന്നു അതിന്റെ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോത്ത് ഗ്രാഫ് എപ്പോഴും വളരെ സ്ലോ വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഒന്ന് അതുപോലെ താഴത്തേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ സ്ലോയില് ഇത് ഓരോന്ന് ചെയ്ത് പോകാൻ. പിന്നെ 1+1 2 ആയിട്ടുള്ളിടത്തോളം കാലം 10,000 പേര് വന്നാലും 1,00,000 വന്നാലും 10,00,000 വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിലുള്ളത് 100%ന്റെ 100 ആൾക്കാരുടെ ഒരു യൂണിറ്റിന്റെ കണക്കാണ്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര വേണേൽ ചെയ്യാം. പക്ഷെ 100 താഴെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ഇന്നലെ തന്നെ ഞാൻ അവിടെ വെച്ച് നമ്മൾ മറ്റേ ഇദ്ദേഹത്തിന്റെ പ്രവീൺജിയുടെ വീട്ടിൽ വെച്ച് രാവിലെ ഞങ്ങൾ കവിതയോട് ഞാൻ പറഞ്ഞു കടലക്കറി ഉണ്ടാക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കടലക്കറി ഉണ്ടാക്കാം. അപ്പൊ ആ സമയത്ത് തന്നെ കവിതയുടെ കാര്യം ചെയ്യും. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ്, മുളക്, മറ്റു പൊടികളൊക്കെ കവിത ചേർത്തോളൂ. ഞാൻ ബാക്കിയൊക്കെ ചെയ്യാം. കാരണം എനിക്കത് കിട്ടില്ല. 100 പേർക്ക് കുറവ് ചെയ്യാൻ കൊള്ളാമെന്നൊക്കെ ഉറപ്പാ. അത് ഇന്നലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ കവിത ഇത്രയും പാചകം ചെയ്യുന്ന എനിക്ക് പറ്റും. കവിത ഞാൻ ഫിനിഷ് ചെയ്തു തരാം. 2000 പേർക്ക് സദ്യ ഉണ്ടാക്കി. ഓൾ ഓഫ് എ സഡൻ എന്തോ ഒരു കാരണവശാൽ പെട്ടെന്ന് 4,000 ആയി. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നത് സാധാരണ കലോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ കലോത്സവങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള. പാചകം തുടങ്ങുന്ന അന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാചകം തീരുന്നതൊക്കെ എടുത്തോളൂ. അപ്പൊ രാവിലെ നമ്മളൊരു 10,000 പേർക്ക് നമ്മൾ പാചകം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു 5,000 പേർക്കല്ല 8,000 പേർക്കല്ല 10,000 പേർക്കുള്ള സാധനം ഓൾമോസ്റ്റ് ഹാഫ് ബോയിൽഡ് ആയിരുന്നു. രാവിലത്തെ ഫിനിഷ് ചെയ്യുകയാണ് തന്നെ. അപ്പൊ പെട്ടെന്ന് അതെടുത്ത് മിക്സ് ചെയ്യാന്നുള്ള സമയം നമുക്ക് 20 മിനിറ്റ്സ് നമുക്ക് ആളെത്ര വന്നാലും കൊടുക്കാം. അരി വയ്ക്കൽ പിന്നെ നടന്നുകൊണ്ടേയിരിക്കുക. രാത്രി 2 മണി തൊട്ട് രാത്രി അല്ല, വെളുപ്പിനെ 2 മണി തൊട്ട് രാത്രി 10 മണി വരെ അരി വെച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ പിന്നെ ചോറിന്റെ ഒരിക്കലും ഷോർട്ട് ആവില്ല. അപ്പൊ അത് അങ്ങനെയാണ്. ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നിടത്ത് എന്തെങ്കിലും കിട്ടണം എന്നുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. അതിനെ കുറിച്ച് നേരം ബോധമല്ല. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇത്ര അധികം കുക്ക് ചെയ്യുമ്പോ എങ്ങനെയാണ് ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരണേ. അത് കറക്റ്റ് ആണല്ലോ. അതിൽ ഞാൻ പറയാം, നമ്മുടെ ഒരു കണക്കുള്ളത് 100 പേരുടെ ഒരു യൂണിറ്റ് ആണ്. അത് നമ്മൾ എത്ര മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ആ കണക്കേ ചെല്ലുള്ളൂ. അതിൽ പിന്നെ കറക്റ്റ് ആവണല്ലോ. ഈ ഇതുപോലെ ഈ സദ്യകൾ ചെയ്യുന്ന ഇപ്പം ചേട്ടന്റെ ഫീൽഡ് ബേസിക്കലി പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. മെയിനായിട്ട് സദ്യകള്, പിന്നെ ഇപ്പം പുറം രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊരു കാര്യമായിരിക്കും ഒരു ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഏറ്റവും ചിന്തിക്കേണ്ട ഒരു ചലഞ്ചായിട്ട് വരാറുള്ളത്? ഇപ്പം പുറം രാജ്യങ്ങൾ പോകുമ്പോൾ ക്രൂ ഇല്ലാത്തതാണോ ഒരു ചലഞ്ചായിട്ട് തോന്നാറുള്ളത്? രാജ്യം ഉദ്ദേശിച്ചത് എന്റെ ഭാഗത്തുള്ള ചലഞ്ചാണോ അതോ സംഘാടകരുടെ ഭാഗത്തുള്ള ചലഞ്ചാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങൾ ഇപ്പോ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ USA, UK പല സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയ, അവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടും നഷ്ടമാണ്. മാത്രമല്ല വിസയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എല്ലാം നമ്മൾ ധാരാളം ആൾക്കാർ കൊണ്ടാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നല്ലൊരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് എപ്പോഴും ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് ഇതിൽ ടൈം ബാറായിട്ട് ഫിനിഷ് ചെയ്യേണ്ട സംഭവമാണ്. അപ്പം ആ സമയത്തിനുള്ളിൽ കിട്ടേണ്ട ഓരോ സാധനം ഫിനിഷ് ചെയ്യുന്ന ആ സമയത്തിന് നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തീർത്ത് തരാൻ പറ്റിയ ഒരു ക്രൂ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് പറ്റിയ വെസൽസ്. ഈ വെസൽസ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും നാട്ടിൽ വാർപ്പുണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വട്ടള അല്ലെങ്കിൽ മറ്റേ ബിരിയാണി പാത്രം വലിയ ചെമ്പുകൾ അതൊക്കെ തന്നെ നമുക്ക് കിട്ടാനുള്ള ബാഗുകൾ വാർപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നുള്ള പ്രാക്ടിക്കൽ അല്ല. കാരണം അതായത് വൃത്തിയുള്ള പാത്രം കിട്ടാൻ നമുക്ക് അപ്പോൾ സ്ലോ കുക്കിംഗ് ആയിരിക്കും, ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യാം. അത് വാർപ്പൊക്കെയാണ് നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇതെങ്ങനെ കൊടുത്താലും പെട്ടെന്ന് ചോട്ടി പിടിക്കുന്നുണ്ട്, സ്ലോ കുക്കിങ്ങിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയാണ് ക്രൂവിൻ്റെ ആണ് കൂടുതൽ ആവശ്യം വരിക. കാരണം അവര് ഒരാൾ ഓരോ സ്ഥലത്ത് ഓരോ അസൈൻ ചെയ്ത് നിർത്തണം. നമ്മളെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് നല്ലൊരു ടീം അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം ഇപ്പൊ പാത്രങ്ങൾ സ്വല്പം കുറവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിന് സ്റ്റവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അവിടെയെല്ലാം ആവശ്യം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കിട്ടുന്നത് കുറച്ച് സ്റ്റാഫിനാണ്, കുറച്ച് ക്രൂവിൻ്റെ ആണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ ഞാൻ വിചാരിച്ചിരുന്നത്,
നാട്ടിലുള്ള മറ്റ് പാചക രംഗത്തെ പ്രഗത്ഭര്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷെഫ് പിള്ള, അല്ലെങ്കിൽ അദ്ദേഹം അന്തരിച്ചു പോയി, പക്ഷെ നൗഷാദ് ഷെഫ്, അങ്ങനെയുള്ള ബാക്കി ഷെഫ്, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഷെഫ് കമ്മ്യൂണിറ്റി അങ്ങനെ ഉണ്ടോ, അതോ അല്ലാതെ വെറുതെ അവിടെ എവിടെയെങ്കിലും കാണുന്ന പരിചയങ്ങൾ അത്രേ ഉള്ളോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ അത് പറയുന്നത് ശരിയാണോന്നറിയില്ല, എങ്കിലും പൊതുവെ വെജിറ്റേറിയൻ പാചകക്കാർ ഒരു ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. കാരണം നോൺ വെജ് കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന, നോൺ വെജിനെ കൂടുതൽ പ്രാധാന്യം വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വെജിറ്റേറിയൻ അവർക്ക് നിലനിൽക്കാൻ നല്ല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും നല്ല വെജിറ്റേറിയൻ ഫുഡിന് നല്ല ഷെഫ്മാർക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ട്, അവർക്ക് വാല്യൂ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് എനിക്കും ഇവിടെ വരാൻ പറ്റുക. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാത്ത ഒരു ഷെഫിനെയും ഈ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട മറ്റ് ഷെഫ്മാരെ അക്നോളജ് ചെയ്യില്ല. അത് വലിയ പ്രശ്നമാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് എല്ലാവരും അറിയുന്നത് കൊണ്ട്, ഇപ്പോൾ ഷെഫിലെ അദ്ദേഹം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഷെഫിലെ നൗഷാദുമായിട്ട് ഞങ്ങൾ ഒരുപാട് ഷോ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനലുകളിൽ പോയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഷോയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു സാധാരണ ഒരു പാചകക്കാരനിലേക്ക് പെട്ടെന്ന് വന്നാൽ ബുദ്ധിമുട്ടായി. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഷെഫിൻ്റെയും ഏതൊരു പാചകക്കാരുടെയും ആദ്യത്തെ ചുമതല. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ലോകം അംഗീകരിക്കുള്ളൂ. കാരണം മറ്റുള്ള ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഞങ്ങളെല്ലാം ഒരേ പക്ഷികളാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഷെഫിളോടൊപ്പം ഷെഫിളെ 23 പ്രാവശ്യം എത്തിയിട്ടുണ്ട്. ഞങ്ങളോട് ഒന്നിച്ച് അവിടെ വെച്ച് തന്നെ 3-4 ഷോ ചെയ്തിട്ടുണ്ട്. ഷെഫിളെ ക്ഷണിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തിനോട് കാരണം അവർ കുറച്ചുകൂടി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അറിയാവുന്നതാണ്. വെജിറ്റേറിയൻ പാചകക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്കിപ്പോൾ അങ്ങനെ അത്ര മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകണം, നമുക്കത് കുറെ പഠിച്ചേ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഷെഫിളാണ്. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന ലൈനുണ്ട്, ആ ലൈൻ കറക്റ്റാണ്. അതിലേക്ക് വെജിറ്റേറിയൻ പാചകക്കാരൻ എത്താൻ പറ്റില്ല, കാരണം അത് 2 ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും അതിൻ്റെ ഒരു കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലും ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യം അത് വെച്ചിട്ട് കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കാണുന്ന ഒരാൾക്ക്, പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ. ഞാൻ പറയില്ല, നമ്മളിങ്ങനെ ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കാരണം ഇത്തരം ആൾക്കാരോട്ട് കൂടുതൽ പരിചയം, അടുപ്പവും, നമ്മൾ കൂടുതൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ, അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൂടി വരുമ്പോൾ അതിൻ്റെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ല നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തിട്ടില്ല. വളരെ നല്ലൊരു ആശയമാണ് അത്. അതുപോലെ ഇപ്പം ചേട്ടൻ പറഞ്ഞത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കേരളം പോലൊരു സംസ്ഥാനത്തില് ശരിക്കും ലെറ്റ്സ് ഫേസ് ഇറ്റ്, നോൺ വെജിറ്റേറിയൻ ഫുഡ് കൺസംഷനാണ് കൂടുതലും ആൾക്കാർ. മനുഷ്യൻ ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ ഈ ഭൂമിയിൽ ജീവജാലങ്ങളിൽ മനുഷ്യൻ എന്നൊരു മിശ്രബുക്കാണ് പൊതുവെ. സസ്യബുക്ക് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് മാംസബുക്ക് എന്നും പറയാൻ പറ്റില്ല. കാരണം മനുഷ്യ ശരീരത്തിന്റെ 7 ഇരട്ടിയാണ് അവന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ വലിപ്പം. മനുഷ്യ ശരീരത്തിന്റെ 7 times ഉണ്ട് അവന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതേസമയത്ത് നോൺ മാത്രം കഴിക്കുന്ന മറ്റ് മൃഗങ്ങളിൽ, അല്ല മറ്റ് വന്യമൃഗങ്ങളിൽ, സിംഹമായാലും പുലിയായാലും അല്ലെങ്കിൽ അത് വന്യമൃഗങ്ങൾക്കെല്ലാം അവരുടെ ശരീരത്തിന് അത്ര വലിപ്പം കൊണ്ടും അവിടെ കൊണ്ട് അവസാനിക്കും അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ അവരെന്ത് സാധനം റോ ആയിട്ടുള്ള കഴിച്ചാലും അത് അപ്പോൾ തന്നെ പുറത്തേക്ക് തള്ളപ്പെടുന്നതാണ്. അപ്പോൾ തന്നെ നല്ല അതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്ത് തള്ളപ്പെടും. പക്ഷെ മനുഷ്യൻ ആഗിരണം ചെയ്യുന്ന നോൺ വെജ് ഫുഡ് ഇവൻ്റെ 7 ഇരട്ടി വലിപ്പമുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കൂടി പുറത്ത് കടന്നു പോകുമ്പോൾ സമയം കൂടുതൽ എടുക്കുകയും, അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് ശരിക്കും മനുഷ്യ ശരീരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സസ്യാഹാരിയായിട്ടാണ്. പക്ഷെ കാലങ്ങൾക്ക് മുൻപ് വേട്ടയാടി പിടിച്ച് ജീവിച്ചിരുന്ന കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സംഭവങ്ങൾ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് മനുഷ്യൻ മിശ്രഫുക്കായി മാറുന്നുള്ളൂ. നമ്മളതിന് കുറ്റം പറയണമല്ല, ഒരു എക്കോളജിക്കൽ സിസ്റ്റമാണ്. ഫുഡ് ഹാബിറ്റ് ഒരു ചോയ്സ് ആണല്ലോ, എല്ലാവർക്കും എന്ത് കഴിക്കണം എന്നുള്ളത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഈവൻ നോൺ വെജിറ്റേറിയൻ മെയിനായിട്ട് കഴിക്കുന്ന ആൾക്കാരിലും ഡെഫിനറ്റ്ലി ഒരു നല്ല ഇലയിട്ട സദ്യ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട്. ഇത്രയും പേർക്ക് കുക്ക് ചെയ്യുന്ന ഏട്ടന് ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? ഒരു പാചകക്കാരനാണ് അച്ഛൻ. എപ്പോഴും അവരുടെ
മക്കൾക്ക് ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ പാചകക്കാരൻ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ നമ്മളതിൻ്റെ അകത്ത് വേറൊരു ചോദ്യമായിരുന്നെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത് ചെയ്യുന്നത് അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പാടപ്പെടുത്താനും ഒന്ന് പഴപ്പെടുത്താനും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്ന വസ്തുക്കളോട് സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ അടുപ്പം തോന്നില്ല. അങ്ങനെ ഒരു അടുപ്പം അവരോട് രണ്ടോടും ഉണ്ടെന്നുള്ളതല്ലാണ്ട് പാലടയ്ക്കും പഴപ്പെടുത്താനും ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പൊ അതിനോട് അതിൻ്റെതായ ഒരു എന്താ ഒരു ഇഷ്ടം അതിനോടുണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും അങ്ങനെ ഞാൻ പറയാറില്ല. ഇന്നത് ഇഷ്ടമാണ് ഇന്നത് ഇഷ്ടമല്ല, എല്ലാം കഴിക്കും, ഒന്നും മാറ്റി നിർത്താറില്ല. ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. ഇതെല്ലാം ഇതിൽപ്പെട്ട കാര്യമായ കാരണം ഞാൻ മാളുവിനോട് ചോദിച്ചിരുന്നു എന്താ അച്ഛന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുമ്പോ എനിക്ക് അത് ഉണ്ടാക്കാനാണ്. അപ്പൊ മാളു ഇത് തന്നെയാ പറഞ്ഞത്, എല്ലാം കഴിക്കും അച്ഛനെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ കാരണം അത് നമ്മളറിയാം. നമുക്കൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വളരെ ഞാൻ വല്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. കാരണം ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ വിറച്ചിട്ടാണ് കുഴപ്പമാണ്. എന്താണ് കാരണം അങ്ങനെ പേടിക്കാൻ മാത്രം എന്താണ് ഞാനെല്ലാം പറഞ്ഞായിരുന്നു ഈശ്വര പാചക വിദഗ്ധനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്നോട് പറഞ്ഞു ആക്ച്വലി അദ്ദേഹത്തിന് നമ്മൾ എന്ത് കൊടുക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ആവശ്യമില്ല, നമുക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാതെ കൊടുക്കുക, സന്തോഷത്തോടെ കഴിക്കും. ഞാനെന്താ പറഞ്ഞത്, എല്ലാത്തരം നമ്മളിപ്പോ ഒരു വീട്ടില് താമസിച്ചാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ പരമാവധി മിങ്കിൾ ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ സൗകര്യങ്ങളും അവരോടൊപ്പം നിൽക്കാന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്റേതായിട്ട് ഒരു ഡിമാൻഡ്സ് അവരെടുത്തില്ല. അതാണ്, അതുകൊണ്ടൊക്കെയാണല്ലോ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റണം. അതെ അതെ, ഞാൻ എപ്പോ കാണുമ്പോഴും വളരെ ഹമ്പിൾ ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും അതെ, മാളു ആണെങ്കിലും അതെ, യദു ആണെങ്കിലും അതെ, ഏട്ടനാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല, മാളുവിന്റെ അമ്മയെ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാരും വളരെ ഹമ്പിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും. താങ്ക് യു ചേട്ടാ. ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. എനിക്ക് അതിലാണ് സന്തോഷം. കാരണം ഇപ്പൊ മാളുവിന്റെ ബന്ധുക്കാരെന്ന് പറഞ്ഞപ്പോ എന്റെ ബന്ധുക്കാരെന്ന് തന്നെ പറയാറുണ്ട്, മാളുവിന്റെ ബന്ധുക്കാരെന്ന് ഡയറക്റ്റായിട്ട് പറയാറ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വരികയും ഇങ്ങനൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാൻ അവസരം കിട്ടിയതിലും ഇങ്ങനൊരു കുറെ നേരം നമുക്ക് ഓപ്പണായിട്ട് ചാറ്റ് ചെയ്യാൻ സമയം കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും എന്റെയും രാജുവിന്റെയും രമ്യയുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. താങ്ക് യു ആൾ.